ബൈജു സഹോദരി ഭർത്താവ് അജിതിനാണ് നമ്മളോട് സംസാരിച്ചത്. അർജുന്റെ അദ്ദേഹവും പറയുന്നത് വളരെ വേഗത്തിൽ ആ ഒരു തിരച്ചിൽ പുനരാരംഭിക്കണം, അത് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം. നമുക്കറിയാം 27 ദിവസമായി അർജുനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാതായിട്ട് ആ കുടുംബത്തിന്റെ അവസ്ഥ നമ്മൾ ചോദിക്കേണ്ടതില്ല, നമുക്കത് മനസ്സിലാകുന്നതേ ഉള്ളൂ. അത്രമാത്രം വല്ലാത്തൊരവസ്ഥയിലായിരിക്കും ആ കുടുംബം. പക്ഷേ നമ്മളിപ്പോഴും അർജുന്റെ പുറകെ തന്നെയുണ്ട്. അർജുനെ കണ്ടെത്തുന്നത് വരെ നമ്മളും വാർത്ത കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അത് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ബൈജു, നിലവിലൊരു കാലാവസ്ഥ അനുകൂലമായെങ്കിൽ അത് വളരെ വേഗം തിരച്ചിലിന് അനുകൂലമായ സാഹചര്യമായിരിക്കും. അത്തരത്തിലൊരു സാഹചര്യം തന്നെയാണോ ശിരൂരിലുള്ളത്? കാലാവസ്ഥ അനുകൂലമാണോ അവിടെ? തീർച്ചയായും ഭവ്യ, ഇപ്പോൾ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. കാരണം ഇനി വരും ദിവസങ്ങളിൽ ഏത് സമയത്താണ് ഈ ശിരൂർ പ്രദേശത്തൊക്കെ നമ്മൾ ഉണ്ടായ സമയത്ത് ഏത് സമയത്താണ് ഇവിടെ ശക്തമായ മഴ വരുന്നത് ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഒരു പക്ഷേ വരും സമയങ്ങളിൽ വലിയ തോതിലുള്ള മഴ വന്നാൽ അത് വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും നീങ്ങുക. കാരണം 27 ദിവസമായിരിക്കുന്നു, ഇനി അവസാന പ്രതീക്ഷയാണ്. അത് ഇനി ഏതെങ്കിലും തരത്തിൽ സമയം കളയാതെ കൃത്യമായ ഒരു ഇടപെടൽ കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ മതി. ഇതിൽ ഏറ്റവും ജിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ പിന്തുണ വളരെ വലിയ പിന്തുണയാണ്. അതിലെടുത്തു പറയേണ്ടത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ്. മന്ത്രി മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, ഇവരൊക്കെ ഈ മേഖലകളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ക്യാമ്പ് ചെയ്തായിരുന്നു ഈ തെരച്ചിലിനെ ഓരോരോ കാര്യങ്ങളും വിവരങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് വലിയ തോതിൽ ആ സമയത്ത് ഗുണം ചെയ്തിരുന്നു. അതേപോലെ മന്ത്രി, കേരളത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായ ഒരു മന്ത്രി, ഒപ്പം AKM അഷ്റഫ്, MP മാർ, ഇവരൊക്കെ ഇടപെട്ട് ഏത് രീതിയിലാണോ കഴിഞ്ഞ ആ തിരച്ചിൽ ഉണ്ടായത് അതേ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇനി വേണ്ടത്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത്രത്തോളം അവസാന ഘട്ടത്തിലേക്കാണ്. പ്രതീക്ഷകളൊക്കെ ജിതിൻ സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷകൾക്ക് മേൽ മങ്ങലേൽക്കുന്ന തരത്തിൽ ഓരോ ദിവസം കഴിയുന്നോറും ആദിയോടെയാണ് ഈ കുടുംബം കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ഉത്തരം കൃത്യമായി കണ്ടെത്തേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ലോറി പുറത്തേക്ക് എടുക്കുവാണ്. ലോറി ഇപ്പോൾ ഈ ചെളിയിൽ പൂണ്ട നിലയിൽ ഈ ഗംഗാവാലി പുഴയിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ലോറി പുറത്തേക്ക് എടുക്കാനോ ലോറിക്കകത്ത് പരിശോധന നടത്താനോ ഒന്നും സാധിച്ചിട്ടില്ല. ഇതിൽ 5 തടിക്കഷ്ണം മാത്രമാണ് 6 കിലോമീറ്റർ അകലെ നിന്നും ഈ പ്രദേശവാസികൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റു തരത്തിൽ വലിയ തോതിൽ മരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഈ ലോറി എവിടെയാണ്? ലോറി പുറത്തേക്ക് എടുക്കാനുള്ള ഒരു അത് തന്നെയാണ് പ്രധാനമായും വേണ്ടത്. ലോറി ഇപ്പോൾ ജിതിനും സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടെങ്കിൽ അവസാനമായി അർജുനെ ഒരു നോക്ക് കാണാൻ കുടുംബത്തിന് സാധിക്കും. ഒപ്പം ഇതിനു വേണ്ടി കാത്തുനിന്ന ഒരുപാട് മലയാളികൾ, നമുക്കറിയാം, വലിയ പ്രാർത്ഥനയോടെയായിരുന്നു അന്ന് ഓരോ നിമിഷവും ശിരൂരിൽ എന്ത് സംഭവിക്കുന്നു എന്ന തരത്തിൽ ഇതിനെ അത്രത്തോളം ഈ സംഭവത്തെ വൈകാരികമായ ഒരു സംഭവമായി മാറിയ ഈ പശ്ചാത്തലം ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനമായി ഇതിപ്പോൾ കേരളത്തിലെ ഓരോ വീടുകളിലും ഒരു അംഗമാണ് ഇപ്പോൾ അർജുൻ. ഒരുപക്ഷെ നേരിട്ട് ആർക്കും അർജുനെ അറിയില്ലായിരിക്കും. പക്ഷെ അർജുൻ ഇപ്പോഴും അവരുടെയൊക്കെ വീട്ടിലെ ഒരു അംഗം പോലെയാണ്. അത് തന്നെയാണ് അവരും ആവശ്യപ്പെടുന്നത്. ഈ അർജുനെ അവസാനമായി കണ്ടെത്തുമോ? നമ്മൾ അപ്പോഴും പറയേണ്ടത് 2 കന്നഡികർ കൂടിയ മണ്ണിനടിയിലോ അല്ല ആ പുഴയിലോ ഒക്കെ ആയി ഉണ്ട്. അവരെയും എന്തായാലും കണ്ടെത്തേണ്ടതുണ്ട്. അതിനുകൂടിയാണ് കർണാടക സർക്കാർ മുൻകൈ എടുക്കേണ്ടത്. അത്തരത്തിലുള്ള വലിയ തോതിലുള്ള തിരച്ചിൽ തുടക്കത്തിൽ ഏത് രീതിയിലാണോ ഉണ്ടായത് അതേ രീതിയിലുള്ള തിരച്ചിൽ തന്നെ പുനരാരംഭിക്കണം എന്ന് തന്നെയാണ് കുടുംബവും ആവശ്യപ്പെടുന്നത്. ജിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ മന്ത്രിമാരുടെയൊക്കെ ഇടപെടൽ, ഒപ്പം ജനപ്രതിനിധികളുടെയൊക്കെ ഇടപെടൽ, അവരുടെ ഏകോപനം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും നാളെ ഇത് സംബന്ധിച്ച് കർണാടകയിൽ ചേരുന്ന യോഗം നിർണായകമാണ്. ഒരു പക്ഷേ ബുധനാഴ്ചത്തേക്ക് ഈ തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളാനായിരിക്കാം നാളെ ഇത്തരത്തിൽ യോഗം ചേരുന്നത്. ഒപ്പം ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി നാളെ വരുന്നുണ്ട്. ഹൈക്കോടതി ഇത് സംബന്ധിച്ച് ഉടൻ തന്നെ തിരച്ചിൽ നടത്തണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നത്. അതിൽ തിരച്ചിൽ എത്രത്തോളം പുരോഗതിയുണ്ടോ അത് നാളെ അറിയിക്കണം എന്നാണ് കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിട്ടിരുന്നത്. എന്തായാലും കർണാടക സർക്കാർ ഇത് സംബന്ധിച്ച് ഈ അടിയൊഴുക്ക് കൂടുതൽ ആണെന്ന ഉണ്ടായതുകൊണ്ട് തിരച്ചിൽ നടത്താൻ സാധിച്ചിട്ടില്ല എന്നൊരു റിപ്പോർട്ട് നൽകാനാണ് സാധ്യത. പക്ഷെ
സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടൽ അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം അത്രമാത്രം കൃത്യമായൊരു ഇടപെടൽ അർജുന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. പക്ഷെ അപ്പോഴും നമുക്ക് ലോറി പോലും കണ്ടെത്താൻ സാധിച്ചില്ല. അത് തെരച്ചിൽ ഊർജിതമല്ലാഞ്ഞിട്ടല്ല, നമുക്കതറിയാം. അത്രമാത്രം ഒരു മനുഷ്യസാധ്യമായതെല്ലാം അർജുന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ സർക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അവിടെ കാലാവസ്ഥ, ആ ഗംഗാവലിയുടെ അടിയൊഴുക്ക് ഇതൊക്കെയാണ് പ്രതികൂലമായത്. പ്രകൃതിയാണ് വില്ലനായത്. പക്ഷേ ഇടപെടൽ നടത്താഞ്ഞിട്ടല്ല. അപ്പോൾ നാളെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗളൂരുവിൽ ഒരു ഉന്നത യോഗം ചേരുന്നുണ്ട്. ആ യോഗം ബൈജു പറഞ്ഞതുപോലെ വളരെ നിർണായകമാണ്. അതിൽ കേരളത്തിന്റെ പ്രതിനിധികൾ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ? ആ യോഗത്തിൽ ഒരു തിരച്ചിലേക്ക് എത്തുന്ന ഒരു തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? ഭവ്യ, കേരളത്തിലെ ഏതെങ്കിലും പ്രതിനിധികൾ പങ്കെടുത്തതായി നമുക്ക് വിവരമില്ല. ഇതിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം AKM അഷ്റഫാണ്, MLA ആണ്, ഇത്തരത്തിൽ ബംഗളൂരുവിൽ നേരിട്ട് പോയി ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ കണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് രീതിയിൽ തിരച്ചിൽ തുടരണമെന്ന കാര്യത്തിലുള്ള ഒരു യോഗമാണ് ചേരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ AKM അഷ്റഫ് MLA ആണ് ഇതിൽ ഇടപെടൽ നടത്തിയത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ച് ബാംഗ്ലൂരിൽ ജനപ്രതിനിധികളെ, അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെ കണ്ടിരുന്നു. അതിന്റെ ഒരു ഫലമായാണ് ഇപ്പോൾ ഈ തിരച്ചിൽ പുനരാരംഭിക്കുന്നതും അത് സംബന്ധിച്ച ഒരു ആലോചന നടക്കുന്നു. ഏതായാലും ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥ അല്ല, തിരച്ചിൽ പുനരാരംഭിക്കാം എന്ന ഒരു റിപ്പോർട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ ഉള്ളത്. 3.5 ആയിരുന്നു കഴിഞ്ഞ ദിവസമെങ്കിൽ അത് തിങ്കളാഴ്ചയോടുകൂടി വീണ്ടും കുറഞ്ഞേക്കും. ഒരു പക്ഷേ അത് നേവി സൂചിപ്പിച്ചതുപോലെ തന്നെ 2.5 എത്താനുള്ള നോട്ട്സിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വളരെ എളുപ്പമാണ് തിരച്ചിൽ. ഈ മാർക്ക് 4 എന്ന സ്ഥലമാണ് ആദ്യം തിരച്ചിൽ നടത്തുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടെയാണ് ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ആ ലോറിക്ക് അരികിലായി വലിയ കൂറ്റൻ 2 മരങ്ങളുണ്ട്. ഒപ്പം ഇവിടുന്ന് ഈ മലയിൽ നിന്നും തകർന്നു വീണ വലിയൊരു വൈദ്യുതി ടവറുണ്ട്. കൂടാതെ ആ സമീപത്ത് ലക്ഷ്മണൻ എന്ന അദ്ദേഹത്തിന്റെ ചായക്കട, ആ ചായക്കടയിലുണ്ടായിരുന്ന 8 പേരാണ് സംഭവം നടന്ന അന്ന് തന്നെ മരണപ്പെടുകയും മൃതദേഹം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ലക്ഷ്മണന്റെ 2 കുഞ്ഞു മക്കൾ ഉൾപ്പെടെ 5 പേരാണ് ആ കുടുംബത്തിലെ ഈ മണ്ണിടിച്ചിലിൽ നഷ്ടമായത്. അവരുടെ കടയുടെ ഈ ഇരുമ്പ് ഷീറ്റൊക്കെ ഈ പ്രദേശത്തുണ്ട്. അതൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ കാലാവസ്ഥ വളരെ അനുകൂലം എന്ന് തന്നെയാണ് ഈശ്വർ മൽപ്പിയും നമ്മോട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുഴയിലിറങ്ങി തിരച്ചിൽ സാധ്യമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാകണം തിരച്ചിലിന്. അത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും അപകട സാധ്യത ഉണ്ടെങ്കിൽ തന്നെ അവർ ഉണ്ടാകണം. കാരണം ആ തുടക്കത്തിൽ ഈശ്വർ മൽപ്പ ഈ തെരച്ചിൽ ഇറങ്ങിയ സമയത്ത് വടം പൊട്ടിയൊക്കെ അദ്ദേഹം അവിടുന്ന് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേവിയാണ് ആ സമയത്ത് അദ്ദേഹത്തെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഇതിൽ ഒപ്പം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ, സർക്കാരിന്റെ അനുമതി ഇതുവരെ ഈശ്വർ മൽപ്പയ്ക്ക് ലഭിച്ചിട്ടില്ല, അതൊക്കെ ലഭിക്കേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം തീരുമാനങ്ങളിലേക്ക് കർണാടക സർക്കാർ പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും KC വേണുഗോപാൽ ഇന്നലെയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കർണാടക മുഖ്യമന്ത്രിയുമായും DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയുമായും സംസാരിച്ചിട്ടുണ്ട്. അവർ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ഇടപെടലൊക്കെ ഉണ്ട്. ഒപ്പം ഇതിൽ ഏറ്റവും പ്രധാനം മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധി ഈ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുമ്പോൾ അവിടെ ഉണ്ടാകണം എന്നതാണ്. കാരണം ഏകോപനത്തിന് കേരളത്തിൽ നിന്നുള്ള ആളുകൾ വേണം. ഏതായാലും മണ്ണൂത്തിയിലെ കേന്ദ്ര സർവകലാശാലയിൽ നിന്നുള്ള മണ്ണ് മാന്തി യന്ത്രം കൊണ്ടുവന്നുള്ള തിരച്ചിൽ ആലോചനയിലുണ്ടായിരുന്നു. പക്ഷേ അത് അത്രത്തോളം ഫലപ്രദമല്ല എന്നൊരു വിലയിരുത്തലാണ് വന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു തെരച്ചിൽ പകരം ഈശ്വർ മാൽപ്പയാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. അദ്ദേഹം ഈ ഇതിലും വലിയ ദുഷ്കരമായ സാഹചര്യത്തിൽ വരെ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ പുഴയിൽ നിന്നും കടലിൽ നിന്നും ഒക്കെ ആളുകളെ രക്ഷിക്കുകയും അതുപോലെ തന്നെ മൃതദേഹം പുറത്തെടുക്കാനൊക്കെ മുൻകൈയെടുത്ത അത്രത്തോളം വൈദഗ്ധ്യമുള്ള ഒരാളാണ് ഈശ്വർ മൽപ്പ. അതുകൊണ്ട് ഈ കാര്യത്തിൽ പ്രതീക്ഷയുണ്ട്. ഇതിൽ ആദ്യം ഈ മാർക്ക് 4 ഈ ലോറി പുറത്തേക്ക് എടുക്കുക, അതിനകത്ത് ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അതല്ല അർജുൻ അതിനകത്ത് ഇല്ലെങ്കിൽ പിന്നീട് സമീപത്ത് വലിയ തോതിലുള്ള ഒരു മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. ആ മൺകൂന നീക്കം ചെയ്ത് അവിടെ പരിശോധിച്ചാൽ ഒരു പക്ഷേ അർജുൻ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കും. അതിന് ഒരു പക്ഷേ 1-2 ദിവസത്തിനകം തന്നെ, ഇപ്പോഴത്തെ നിലവിലെ കാലാവസ്ഥയിൽ വളരെ അനുകൂലമായ കാലാവസ്ഥയിൽ 1-2 ദിവസത്തിനകം തന്നെ ഈ തെരച്ചിലിന് ഒരു വിവരം ലഭിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. അതല്ലാതെ മറ്റേതെങ്കിലും
ഏതെങ്കിലും തരത്തിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടോ അത്തരത്തിലൊരു അപകടം അർജുന് സംഭവിച്ചിട്ടില്ല. ഈ പരിസരത്ത് ഒന്നിക്കൽ ലോറിക്കകത്ത് അതല്ലെങ്കിൽ അതിന് സമീപത്തായുള്ള മൺകൂന ഈ സ്ഥലത്ത് തന്നെ അർജുൻ അപകടത്തിൽ പെട്ടിട്ടുണ്ടാവും എന്ന ഒരു വിലയിരുത്തലാണ് വരുന്നത്. ഇനി ഓരോ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഓരോ ദിവസം വൈകുമ്പോൾ ആ പ്രതീക്ഷകൾക്ക് മേലെല്ലാം മങ്ങലേൽപ്പിക്കുന്ന തരത്തിലാണ് സാഹചര്യമുള്ളത്. എങ്ങനെയാണോ തുടക്കത്തിൽ ജനപ്രതിനിധികളുടെ ഇടപെടൽ ഉണ്ടായത് അതേ രീതിയിലുള്ള ഇടപെടൽ തന്നെയാണ് ഇപ്പോഴും കുടുംബം ആഗ്രഹിക്കുന്നത്, അവർ ആവശ്യപ്പെടുന്നതും ആ രീതിയിലാണ്. എന്തായാലും നമുക്കറിയാം വയനാടിലെ വലിയ ദുരന്തം അത് കേരളത്തിനെ താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ആ വേദനയിൽ നിന്നും ആ ഞെട്ടലിൽ നിന്നും ഇപ്പോഴും കേരളം മുക്തമായിട്ടില്ല. അവർക്കായി കേരളം ഒന്നാകെ പിന്തുണ ജനതയ്ക്ക് വേണ്ടി പിന്തുണ നൽകുന്നു. നമുക്ക് ഇന്ന് ന്യൂസ് 18 പോലും ഇന്നൊരു ദിവസം തന്നെ ആ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സാഹചര്യം. ഇത്തരത്തിൽ വലിയ തോതിൽ കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ കേരളത്തിന്റെ ഓരോ തരത്തിലും തീരാ നോവുകൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായത്. ഏതായാലും ഈ കാര്യത്തിൽ അർജുൻ എവിടെ എന്ന കണ്ടെത്തുക വളരെ പ്രധാനം തന്നെയാണ്. അത് കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്, അതിനൊരു ഉത്തരം നൽകേണ്ടതുണ്ട്. അതിനായുള്ള ശ്രമം ബുധനാഴ്ചയോടുകൂടി തന്നെ ആരംഭിക്കുന്ന വിവരമാണ്. എന്തായാലും ജൂലൈ 16 ഈ നാടിനെ നടുക്കിയ വലിയ തോതിലുള്ള ഈ ദുരന്തം ഉണ്ടാകുന്നത്. അന്നേ ദിവസം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷ്മണന്റെ ചായക്കടയിൽ ഉണ്ടായിരുന്ന 8 പേരുടെ മൃതദേഹം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് 3 പേര്, ആകെ 11 പേരാണ് ഈ സംഭവത്തിൽ അപകടത്തിൽപ്പെട്ടത്. 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള രക്ഷാ ദൌത്യം ഉടൻ പുനരാരംഭിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. കാലാവസ്ഥ അനുകൂലമായാൽ തിരച്ചിൽ തുടരുമെന്നായിരുന്നു കർണാടക സർക്കാർ നൽകിയ ഉറപ്പ്. നാളെ ബംഗളൂരുവിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ ഇത് സംബന്ധിച്ചൊരു തീരുമാനമാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. KV ബൈജുവാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. വളരെ